ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഞാൻ തയ്യാറാക്കുന്നത് ഒരു ടീ ടൈം സ്നാക്കാണ്. ഇത് ടീ ടൈം സ്നാക്ക് മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിനുശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും സ്നാക്കിന്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്നാക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ ഉണ്ടാക്കണം. കാരണം ഇതിൽ നിന്ന് പൊട്ടറ്റോയിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ആ പൊട്ടറ്റോയിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കണം. അത് ബാക്കി ഓയിലെല്ലാം നമ്മൾ റെഡിയാക്കി പെട്ടെന്ന് വയ്ക്കണം. അധിക നേരം ഇത് വെച്ചിരുന്നാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്, ബോൾ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും ആയതിനു ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു ടീ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിലേക്ക് നമ്മൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.